ചില മനുഷ്യരെ പറ്റിച്ചാലുണ്ടല്ലോ എട്ടിൻ്റെ പണി കിട്ടും. എന്തെന്നറിയോ, അവരിൽ കുറേ സത്യസന്ധതകളൊക്കെ കാണും. അവർ അങ്ങനെ ആരെയും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചതിക്കുകയോ ഒന്നും ചെയ്യുന്ന രീതി കാണത്തില്ല. അവർക്ക് എന്തെല്ലാം പോരായ്മകളും വിഷമങ്ങളും ഉണ്ടായാലും അതവർ സ്വയം അങ്ങ് സഹിക്കും. പിന്നെ അവർ മറ്റുള്ളവരോടത് അത്രയ്ക്കങ്ങ് പറയത്തുമില്ല. അത് അങ്ങനെയാ ചില മനുഷ്യർ. അവർക്ക് എന്തെല്ലാം വിഷമങ്ങൾ ഒരുപാടുണ്ടായാലും ചിലപ്പോൾ അത് പറയാതെ തുറന്നു പറയാതെ നടക്കും. അങ്ങനെയുള്ളവരെ ചിലർ വന്ന് പറ്റിച്ചാലുണ്ടല്ലോ അത് അവരെ പറ്റിക്കാൻ പറ്റത്തില്ല. അവരെടുക്കെന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിയാണ്. അവർക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കഴിവുണ്ട്. ഏത് കാര്യവും മനസ്സിലാക്കാനൊരു കഴിവുണ്ട്. ചിലപ്പം ചില ബാധകളൊക്കെ അവർക്കുണ്ടാകും. പക്ഷെ പിന്നെ അതിൽ നിന്നൊക്കെ അവർ എല്ലാ കുറവുകളും മനസ്സിലാക്കി ആൾക്കാരെയും മനസ്സിലാക്കാൻ അവർ പഠിക്കും. അങ്ങനെ ചിലപ്പം ചിലരെ അവർ നല്ലതുപോലെ അങ്ങ് വിശ്വസിച്ച് കഴിയുമ്പോൾ അവരിൽ നിന്ന് ചതിയായിപ്പോയി, അവർ ചെയ്തതൊക്കെ കള്ളത്തരമായിരുന്നു എന്ന് തോന്നുമ്പോൾ അവർ പിന്നെ ആൾക്കാരെയൊക്കെ മനസ്സിലാക്കാൻ പഠിക്കും. അങ്ങനെ തന്നെ പല മനുഷ്യരും ജീവിതം മനസ്സിലാക്കുന്നത്. ഒരുപാട് ജീവിതാനുഭവങ്ങളുണ്ടായി കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു കഴിവ് അവർക്കുണ്ടാകും. അങ്ങനെ അതുകൊണ്ട് പിന്നെ അവരെ നമുക്ക് പറ്റിക്കാൻ പറ്റത്തില്ല. അവർ ഭയങ്കര ബുദ്ധിയുള്ളവരായിരിക്കും. അവരെ നമ്മളൊന്നും പറഞ്ഞു കൊടുക്കണ്ട. ജീവിതമായാലും കാര്യങ്ങളായാലും അവരതൊക്കെ നോക്കിയും കണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ പോയെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ പോയില്ലെങ്കിൽ പിന്നെ എന്നും ചതിയിൽപ്പെടും. ഒരു നേരത്തെ ചിരിയിൽ വീഴാതെ പല പ്രാവശ്യം ആകുമ്പം അത് മനസ്സിലാക്കാൻ പഠിക്കുക. മനസ്സിലാക്കിയില്ലെങ്കിൽ എന്നും വിഷമിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഒരാളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ നിൽക്കാൻ പഠിക്കണം. അങ്ങനെയാണ് ജീവിതം. എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ.